ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോളുടെ പിറന്നാളാണ്. അപ്പോൾ അവൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവളൊന്ന് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ 10th ആയതുകൊണ്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാനൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ അമ്പലത്തിലെത്തിയേ. ഇത് അമ്പലക്കുളമാണ്. അമ്പലക്കുളത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ അമ്പലത്തിൽ കയറി തൊഴുതു. അവളുടെ കൂടെ അവളുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയത്. ഇത് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. കുളം കാണാം നമുക്ക്. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു അമ്പലമാണ്. വിഷ്ണു ക്ഷേത്രമാണ് ഇത്. ഈ അമ്പലത്തിലാണ് മോള് ഡാൻസൊക്കെ കളിച്ചിരുന്നത്. അങ്ങനെ അവർ തൊഴുത് മടങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഫ്രണ്ടിൻ്റെ കൂടെയാണ് തിരിച്ചു വരുന്നത്. അവളെ വീട്ടിൽ ഇറക്കി അവൾ തിരിച്ചു പോയി. അപ്പോൾ ഇത് പിറന്നാളായതുകൊണ്ട് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് പകുതി വേഗാവുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മൂടി വെക്കുക. ഇതിലേക്ക് വേണ്ട അരപ്പാണ് തയ്യാറാക്കേണ്ടത്. തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക. ആ പേസ്റ്റ് നമുക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ചില സ്ഥലങ്ങളിലേക്ക് പുളി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടേക്ക് അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ഞങ്ങൾ തൈരാണ് ചേർക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് തൈരും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇനി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം സാമ്പാറിലേക്ക് ആവശ്യമായ നാളികേരവും ചെറിയുള്ളി, വെളുത്തുള്ളി, ഉലുവ, ഉഴുന്ന്, നല്ല ജീരകം, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ചില സ്ഥലങ്ങളിലേക്ക് വറുത്തരച്ച് വയ്ക്കാറില്ല. പക്ഷെ ഇവിടേക്ക് ഞങ്ങൾ സദ്യകൾക്കൊക്കെ അധികവും വറുത്തരച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. നന്നായിട്ട് വറുത്ത നാളികേരം അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പച്ചടി ഉണ്ടാക്കാനാണ്. അപ്പം പച്ചടിയിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിലേക്ക് വേണ്ട അരപ്പ് നാളികേരവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഉള്ളിലേക്കിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. കടുകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത ഇത് നമുക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ തൈരും കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത്. അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വേകാൻ വേണ്ടി മൂടി വെക്കുക. അതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച കുക്കറിൽ ഓൾറെഡി ഞാൻ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ്. അപ്പോൾ അത് ഇട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ബാക്കി കഷ്ണങ്ങൾ വെണ്ട, വഴുതിന, തക്കാളി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
മുഴുവൻ പുളിവെള്ളവും ഒഴിക്കുന്നില്ല, കുറച്ച് രസം കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കായം കൂടെ ഇട്ടുന്നുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കുറച്ച് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം കൂടെ ചേർത്തിട്ട്, നമ്മൾ വറുത്ത് അരച്ച് വെച്ച നാളികേരം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ച് ഇനി സാമ്പാറൊന്ന് വറുത്തിടുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ഉണക്കമുളക് ഇത് മൂന്നും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇനി സാമ്പാർ ആയതിനു ശേഷം ഇനി നമുക്ക് രസമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ ചീനച്ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത്. അതിലേക്ക് കുറച്ച് പുളിവെള്ളം, നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് രസത്തിന് വേണ്ടി ചതച്ച് വെച്ച പുളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു അല്പം കായവും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഞാൻ ചേർക്കുക. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പേരി, ചില സ്ഥലത്തേക്ക് മെഴുക്കുവരട്ടി എന്നൊക്കെ പറയും, ഇവിടെ ഉപ്പേരി എന്നാണ് പറയുക. ഉപ്പേരിയും പപ്പടം, പായസം ഇത് മൂന്നും ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കിയത്. അതായത് കുറച്ച് നേരം വൈകിപ്പോയി, 2 മണിയൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിറന്നാൾ കഴിക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇലയിലാണ് കഴിക്കാറുള്ളത്. അവൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവളത് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.